ഹായ്, എല്ലാവർക്കും നമസ്കാരം. സിലബസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ സെറ്റിനും നെറ്റിനും പ്രധാനമായിട്ട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ ബേസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും കറണ്ട് അഫയേഴ്സ് കുറച്ചും കൂടെ കാര്യമായിട്ട് ചോദിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അതിന്റെ ഒരു ക്ലാസ് ആണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. 2025 തുടക്കം തൊട്ടുള്ള പ്രധാനമെന്ന് തോന്നുന്ന ചില ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 2025 ജനുവരി തൊട്ട് നമ്മൾ എടുക്കാൻ തുടങ്ങുകയാണ് കുറേശ്ശെ കുറേശ്ശെയായിട്ട്. അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിങ്ങൾക്ക് ഏത് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സെറ്റിന് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ SSC എഴുതുകയാണെങ്കിലും PSC എഴുതുകയാണെങ്കിലും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്ന തരത്തിലാണ്. കുറച്ച് ഇന്റർനാഷണൽ കാര്യങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ ചെയ്യുന്നത്. സോ എന്തായാലും എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സിന്റെ ആദ്യത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു ചോദ്യം എന്താണെന്ന്. പോലവാരം വാട്ടർ പ്രോജക്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ്? അതിന്റെ ജസ്റ്റ് ഒരു പിക്ചറൊക്കെ ഞാൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റുന്ന സ്ഥലങ്ങളിൽ കുറച്ചും കൂടെ വിഷ്വലി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നതെന്ന് വെച്ചിരിക്കുന്നത്? രാജസ്ഥാൻ ഉണ്ട്, തമിഴ്നാടും ഉണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്, അതുപോലെ മഹാരാഷ്ട്ര ഉണ്ട്. ഇതിൽ ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ് പോലവാരം വാട്ടർ പ്രൊജക്ട് വന്നിട്ടുള്ളത്? നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിൽ തന്നെ ഉള്ള ഗോദാവരി നദിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പോലവാരം വാട്ടർ പ്രോജക്റ്റ് വന്നിട്ടുള്ളത്. റൈറ്റ്. അപ്പൊ ചോദ്യങ്ങൾ ഇങ്ങനെ വായിച്ച് വായിച്ച് പോകുന്നതിനിടയിൽ പഠിക്കാനും കൂടെ ശ്രമിക്കണം. റൈറ്റ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും എടുത്ത് നോക്കാൻ പറ്റുമല്ലോ. റൈറ്റ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് മിനിസ്ട്രി റീസെന്റ് ലോഞ്ച്ഡ് ദ കപ്പാസിറ്റി ബിൽഡിംഗ് ഓൺ ഡിസൈൻ ആൻഡ് എന്റർപ്രന്യൂർഷിപ്പ് പ്രോഗ്രാം? അതായത് CBDE എന്ന് പറയുന്ന പ്രോഗ്രാം തുടങ്ങിയത് ഏത് മിനിസ്ട്രി ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. കുറച്ചും കൂടെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന ഒരു ചോദ്യമാണ്. അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ആൻസേഴ്സ് ഉണ്ട്. എനിവേ, ചോദ്യം നോക്കുകയാണെങ്കിൽ ഏതാ? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഈ CBDE എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. Ambaji white marble, recently awarded a GI tag, is predominantly quarried from which state? ഇത് ചോദിക്കാവുന്ന ഒരു ചോദ്യത്തിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. കാരണം ഓരോ വർഷവും GI ടാഗുകൾ കൊടുക്കുന്നുണ്ട്. ഓരോ പർട്ടിക്കുലർ ഏരിയയിൽ നിന്നുള്ള ഓരോ പ്രൊഡക്റ്റുകൾക്കാണ് GI ടാഗുകൾ കൊടുക്കാറുള്ളത്. സോ ഈ അംബാജി വൈറ്റ് മാർബിൾ എന്നുള്ളത് ഏത് സ്റ്റേറ്റിൽ നിന്ന് വരുന്ന GI ടാഗുള്ള ഉൽപ്പന്നമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. രാജസ്ഥാനാണോ, മധ്യപ്രദേശ് ആണോ, ഗുജറാത്ത് ആണോ, ഹരിയാനയാണോ? ഗുജറാത്ത് ആണ്. ഇതിന്റെ GI ടാഗിനുള്ള ടൈം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ലൈസൻസ് എന്ന് അവസാനിക്കും എന്ന് പറയുന്ന പോലെ GI ടാഗ് എന്ന് പറയുന്നത് 2034 വരെയാണ് ഇതിന് GI ടാഗ് ഉണ്ടായിരിക്കുക. ഓക്കെ. നേഷി ട്രൈബ് ഈസ് ദ ലാർജസ്റ്റ് എത്നിക് ഗ്രൂപ്പ് ഓഫ് വിച്ച് സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേഷി ട്രൈബ്. ഓക്കെ. ആസാമാണോ, ബീഹാർ ആണോ, അരുണാചലാണോ, അതുപോലെ മിസോറാം ആണോ? ഇതിലേതിലാണ് വരുന്നത്? അരുണാചൽ പ്രദേശിലെ എത്നിക് ഗ്രൂപ്പാണ് ഇത്, ഈ നൈഷി ട്രൈബ് എന്ന് പറയുന്നത്. ഇവര് ബേസിക്കലി ഈ ട്രൈബ്സ് അതുപോലെ കൾച്ചർ എന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ ഏകദേശം വന്ന് കാണാറുണ്ട് നമ്മളുടെ സെറ്റിൻ എന്ന് പറയുന്നത്. അത്ര കൂടുതലായിട്ടില്ല, പക്ഷെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ വന്ന് കാണാറുണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ ഈ ട്രൈബുകളുമായിട്ടും അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങൾ, ഉത്സവങ്ങളൊക്കെ ഒന്ന് പഠിച്ചാൽ നന്നായിരിക്കും. കേരളത്തിലെ മാത്രമല്ല, പുറത്തുനിന്നുള്ളത് ഒന്ന് ജസ്റ്റ് നോക്കിപ്പോയാൽ മതി. അടുത്തത് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, CERT. ഓക്കെ, അല്ലെങ്കിൽ ICRT എന്ന് പറയാറുണ്ട്. ഈസ് എ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഓഫ് വിച്ച് മിനിസ്ട്രി? മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. ഇതിലേത് വരുന്നതാണ് ഈ ICRT അല്ലെങ്കിൽ CERT എന്ന് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ്. നമുക്ക് ഉത്തരം നോക്കാം. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ് എന്ത് വരുന്നത്? നമ്മളുടെ ഈ CERT അല്ലെങ്കിൽ ICERT എന്ന് പറയുന്ന ടീം വരുന്നത്. റൈറ്റ്. അടുത്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ റീസെന്റ് സൈൻഡ് ആൻഡ് MOU. MOU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നാണ് പറയുക. വിത്ത് വിച്ച് ഓർഗനൈസേഷൻ ഫോർ ക്രിയേറ്റിംഗ് ദ ഡിജിറ്റൽ ലൈബ്രറി പ്ലാറ്റ്ഫോം രാഷ്ട്രീയ ഈ പുസ്തകാലയ എന്ന് പറയുന്നത്. അപ്പോൾ ഏതുമായി ചേർന്നിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്. അത് നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. CBSE ആണോ, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണോ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണോ, നാഷണൽ ലൈബ്രറി അസോസിയേഷൻ ആണോ, മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണോ? ഏതുമായി ചേർന്നിട്ടാണ് രാഷ്ട്രീയ ഈ പുസ്തകാലയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ ലൈബ്രറി
പ്ലാറ്റ്ഫോം നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഏജൻസിയാണ് ഈ നാഷണൽ ബുക്ക് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അവരുമായി ചേർന്നിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ട് ഉള്ളത്. വിച്ച് സ്റ്റേറ്റ് ഓർഗനൈസ്ഡ് എ 3-day നക്ഷത്ര സഭ ടു പ്രൊമോട്ട് ആസ്ട്രോ ടൂറിസം ഇൻ ദ റീജിയൻ? ഏത് സ്റ്റേറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഹിമാചൽ പ്രദേശ് ആണോ, ഹരിയാനയാണോ, ഉത്തരാഖണ്ഡ് ആണോ, മധ്യപ്രദേശ് ആണോ? ഏത് സ്റ്റേറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഉത്തരാഖണ്ഡിലാണ് നമുക്കിത് കാണാൻ പറ്റുക. ഓക്കെ, ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് ഇങ്ങനത്തെ ഓരോ പരിപാടികളിൽ പല സ്റ്റേറ്റുകളിലും നടക്കാറുണ്ട്. ഇത്രയും നല്ലൊരു സ്ഥലമാണ് കേരളം എന്നുള്ളത്, എന്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നില്ല? കാരണം നമ്മളുടെ ഏകദേശം ഒരു ക്ലിയർ സ്കൈ ആണ് ഏകദേശം എല്ലാ സമയത്തും ഉണ്ടായിരിക്കുക. നമുക്കാണെങ്കിൽ ഇഷ്ടം പോലെ ബീച്ചുകളും ഉണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഹരിയാന, ഉത്തരാഖണ്ഡ് എന്നൊന്നും പറയുന്ന ഒരു ഏരിയ പോയി കഴിഞ്ഞാൽ ബീച്ച് പോലും കാണാൻ പറ്റില്ല. ഓക്കെ, സ്റ്റിൽ അവർക്ക് ഏറ്റവും വലിയ അവരുടെ മലനിരകളുണ്ട്, റൈറ്റ്. എന്നിരുന്നാലും നമുക്കൊരു സെപ്പറേറ്റ് ഏരിയ ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെ ഹൽവ സെറിമണി റീസെന്റ് സീൻ ഇൻ ന്യൂസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് റിലീസിംഗ് ഓഫ് വിച്ച് ഡോക്യുമെന്റ്? നിങ്ങൾക്ക് ആ ഒരു അത് ബേസിക്കലി അത് ഒരു ടേം ആയിട്ട് വന്നിട്ടുള്ളതാണ്. അത് ചെയ്യുന്ന ആളുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. അത് കണ്ടാൽ തന്നെ ഇതിന്റെ ഉത്തരം പറയാൻ പറ്റും. RBI ആനുവൽ റിപ്പോർട്ടാണോ, യൂണിയൻ ബജറ്റ് ആണോ, എക്കണോമിക് സർവേ ആണോ, നീതി ആയോഗ് ആനുവൽ റിപ്പോർട്ടാണ്? ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്? ഏതാ? 2025 നിർമ്മല സീതാരാമൻ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ സമർപ്പിച്ച റിപ്പോർട്ടിനെയാണ് അല്ലെങ്കിൽ യൂണിയൻ ബജറ്റിനെയാണ് എന്ത് പറയുന്നത്? ഹൽവ സെറമണി എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ് റീസെന്റ് ലോഞ്ച്ഡ് ലഡ്ക ബാഹു യോജന ടു പ്രൊവൈഡ് ജോബ് ട്രെയിനിങ് ആൻഡ് സ്റ്റൈപ്പൻഡ്സ് ഫോർ യങ് മെൻ? ഓക്കെ, ഇതൊക്കെ കുറച്ചും കൂടെ ഒരു എന്താ പറയാ, ഈ ചോദ്യങ്ങളെല്ലാം കുറച്ച് ഒരു നാഷണൽ വൈഡ് ഇമ്പോർട്ടൻസ് ഉള്ള ചോദ്യങ്ങളാണ്. കേരളയാണോ, മഹാരാഷ്ട്രയാണോ, തെലുങ്കാനയാണോ, കർണാടകയാണോ? ഇതിലേതാണ് ഈ ഒരു യോജന, ലഡ്ക ബഹു എന്ന് പറയുന്ന യോജന കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലാണ് ഇത് കൊണ്ടുവന്നിട്ട് ഉള്ളത്. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ റീസെന്റ് സൈൻഡ് എ ജോയിന്റ് ലെറ്റർ ഓഫ് ഇന്റന്റ് വിത്ത് വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ ടു ഡെവലപ്പ് പ്രോഗ്രാംസ് ഫോർ കൺട്രീസ് ഇൻ ദ ഗ്ലോബൽ സൗത്ത്? ഏത് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ കൊണ്ടുവരുന്നതെന്നാണ് ചോദിക്കുന്നത്. വാപ്കോസ് ആണോ, വേൾഡ് ബാങ്ക് ആണോ, നീതി ആയോഗ് ആണോ, IIT ഡൽഹി? ഏതുമായി ബന്ധപ്പെട്ടിട്ടാണെന്നാണ് ചോദിക്കുന്നത്. ഏതുമായിട്ടായിരിക്കും? നീതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇനി എന്നാണ് നീതി ആയോഗ് വന്നത്? 2015 ജനുവരി 1 വന്നിട്ടുള്ളത്. ഇതിന്റെ ചെയർമാൻ ആയിരിക്കും PM ഓഫ് ഇന്ത്യ ആയിരിക്കും എന്നതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ, DigiPin? അതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ടു ക്രിയേറ്റ് എ ന്യൂ പോസ്റ്റൽ കോഡ് സിസ്റ്റം, ടു റീപ്ലേസ് ട്രഡീഷണൽ അഡ്രസ്സസ് വിത്ത് QR codes, to implement a new mail sorting system, to establish a standardized geocoded addressing system in India? ഇതിലേതാണ് കറക്റ്റായ ആൻസർ? അതായത് DigiPinന്റെ ഉപയോഗം, ഒബ്ജക്റ്റീവ് എന്താണ്? D ആണ് ഉത്തരം. ടു എസ്റ്റാബ്ലിഷ് എ സ്റ്റാൻഡർഡൈസ്ഡ് ജിയോ കോഡഡ് അഡ്രസ്സിംഗ് സിസ്റ്റം ഇൻ ഇന്ത്യ. ഈ ഉപഹാർ പോർട്ടൽ വാസ് ഡെവലപ്ഡ് ബൈ വിച്ച് മിനിസ്ട്രി? ഈ ഉപഹാർ പോർട്ടൽ ഏത് മിനിസ്ട്രിയുടെ അടിയിൽ വന്നതാണ് എന്നാണ് ചോദിക്കുന്നത്. മിനിസ്ട്രി ഓഫ് അർബൻ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്? ഏതാ? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നതാണ് എന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം. ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ലഫ്റ്റനന്റ് ഗവർണർ ഓഫ് പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ളത് ആരാന്നാണ് ചോദിക്കുന്നത്. K. കൈലാസ്നാഥൻ, സുശീൽ കുമാർ ത്രിവേദി, അരുൺ കുമാർ, അർദ്ധേന്ദു സെൻ? ഇതിൽ ആരാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ K. കൈലാസ്നാഥൻ സാറാണ് അവിടുത്തെ ഗവർണറായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ളത്. വിച്ച് കൺട്രി ബിക്കെയിം ദ ഫസ്റ്റ് കൺട്രി ടു അഡോപ്റ്റ് ദ ഇന്ത്യാസ് ജൻ ഔഷധി സ്കീം? നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധി സ്കീമാണ് ഈ ജൻ ഔഷധി എന്ന് പറയുന്നത്. സോ അതിലെ അഡോപ്റ്റ് ചെയ്ത ആദ്യത്തെ കൺട്രി ഏതാണെന്നാണ് ചോദിക്കുന്നത്. മാൽഡീവ്സ് ആണോ, ഭൂട്ടാൻ ആണോ, മൗറീഷ്യസ് ആണോ, നേപ്പാൾ ആണോ? ഇതിലേതാണ് ഇതുമായിട്ട് അഡോപ്റ്റ് ചെയ്ത, അതുമായിട്ട്
മുന്നിലേക്ക് പോവാമെന്ന് വിചാരിച്ചത്. മൊറീഷ്യസ് ആണ്. ഓക്കെ. ഡിജിറ്റൽ ഹെൽത്ത് ഇൻസെന്റീവ് സ്കീം വാസ് ലോഞ്ച്ഡ് അണ്ടർ വിച്ച് ഇനിഷ്യേറ്റീവ്? മിഷൻ ഇന്ദ്രധനുഷ്, യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ, പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷ യോജന. പ്രധാനമന്ത്രി കുറെ സ്കീമുകളുണ്ട്. ജസ്റ്റ് നമുക്ക് സമയമുള്ളപ്പോൾ അതൊന്ന് നോക്കണം. നിങ്ങൾക്ക് അങ്ങനെ നോക്കാനായിട്ട് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ. ഇനി ഏതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ളത്? സി ഓപ്ഷൻ ആയിട്ടുള്ള ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. റൈറ്റ്. അടുത്തത്, മൗണ്ട് മക്കാലു ലൈസ് ഓൺ ദ ബോർഡർ ബിറ്റ്വീൻ വിച്ച് ടു റീജിയൻ? ഇത് കുറച്ചും കൂടെ ജിയോഗ്രഫിക്കലി ഉള്ള ചോദ്യമാണ്. ഇന്ത്യ ആൻഡ് നേപ്പാൾ ആണോ, നേപ്പാൾ ആൻഡ് ടിബറ്റ് ആണോ, ഇന്ത്യ ആൻഡ് ഭൂട്ടാൻ ആണോ, ഭൂട്ടാൻ ആൻഡ് ചൈന? ഏതാ കറക്റ്റ് ആയിട്ടുള്ളത്? നേപ്പാൾ ആൻഡ് ടിബറ്റിന്റെ ഇടയിലാണ് മൗണ്ട് മക്കാലു എന്ന് പറയുന്ന പർവ്വതം നമുക്ക് കാണാൻ പറ്റുക. വേർ വാസ് ദ ഫസ്റ്റ് നാഷണൽ മെഡിറ്റേഷൻ കോൺഫറൻസ് 2025 ഇനാഗുറേറ്റഡ്? അതൊരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. നാഷണൽ മെഡിറ്റേഷൻ കോൺഫറൻസ്, അതായത് ഇപ്പോ യോഗയ്ക്ക് ഒരു ഡേറ്റ് വന്നു, യോഗ ആചരിക്കാൻ തുടങ്ങി, ബാക്കി രാജ്യങ്ങൾ ആചരിക്കാൻ തുടങ്ങി. ഓക്കെ, അതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു പാതയിൽ വരുന്നതാണ് നാഷണൽ മെഡിറ്റേഷൻ കോൺഫറൻസ് 2025 എന്ന് പറയുന്നത്. അത് എവിടെയാണ് ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്? ന്യൂഡൽഹി ആണോ, മുംബൈ ആണോ, ഹൈദരാബാദ് ആണോ, ചെന്നൈ ആണോ? ഇതിലേതിലാണ് വന്നിട്ടുള്ളത്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നാഷണൽ മെഡിറ്റേഷൻ കോൺഫറൻസ് 2025 ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഈസ് അണ്ടർ ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് വിച്ച് മിനിസ്ട്രി? മിനിസ്ട്രി ഓഫ് പവർ, മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി? ഏതിന്റെ അടിയിലായിരിക്കാം സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വരുന്നത്? മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ആണ് അല്ലേ? കഴിഞ്ഞു പോലല്ലോ, സൂര്യനിൽ നിന്ന് ചൂട് വരുന്ന അത്രയും കാലം വരില്ലേ? റൈറ്റ്. വിച്ച് സിറ്റി ഈസ് ദ ഹോസ്റ്റ് ഓഫ് യോഗ മഹോത്സവ് 2025? ഇൻഡോർ ആണോ, ജയ്പൂർ ആണോ, നാസിക് ആണോ, വാരണാസി ആണോ? വാരണാസിയിൽ അടുത്തിടെ കഴിഞ്ഞാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. കുംഭമേളം നടന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അത് എത്ര ദിവസമായിരുന്നു, എവിടെയൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, എത്ര സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് അത് ഉണ്ടായിരുന്നത്. അപ്പൊ അതുമായിട്ട് വേണമെങ്കിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. യോഗ മഹോത്സവ് 2025 ഏത് സിറ്റിയാണ് ഹോസ്റ്റ് ചെയ്തത്? നാസിക് മഹാരാഷ്ട്രയിൽ വെച്ചിട്ടാണ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റമൻ ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഈ ഫെസ്റ്റിവൽ ഉത്തരാഖണ്ഡ് ആണോ, അസം ആണോ, ഒഡീഷയാണോ, ഹിമാചൽ പ്രദേശ് ആണോ? ഇതിലേതിൽ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏത് സ്റ്റേറ്റിന്റെയാണ് റമൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്? ഉത്തരാഖണ്ഡിന്റെയാണ്. ഓക്കെ, ഉത്തരാഖണ്ഡ്. നമ്മൾ ഉത്തരാഖണ്ഡുമായിട്ട് ബന്ധപ്പെട്ട നേരത്തെ ഒരു ചോദ്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് ഓർത്തെടുക്കാൻ നോക്കൂ. ഒരാൾ ടോർച്ചൊക്കെ അടിച്ചിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു. സോ എവിടെയെങ്കിലൊക്കെ കണക്ട് ചെയ്യാൻ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതും കൂടെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നല്ലത്. തഡോബ അന്ധാരി ടൈഗർ റിസർവ് TATR is located in which state എന്നാണ് ചോദിക്കുന്നത്. ടൈഗർ റിസർവ് ആണ്. അപ്പോൾ തെലങ്കാനയിലാണോ, കേരളയിലാണോ, മഹാരാഷ്ട്രയിലാണോ, കർണാടകയിലാണോ? നമുക്ക് കൃത്യമായിട്ട് ഒന്ന് വെട്ടിക്കളയാം, കേരള എന്ന് പറയുന്നത്, കാരണം നമ്മളത് കേട്ടിട്ടില്ല. പിന്നെ ആ ഒരു പേര് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് പിടികിട്ടും അത് മഹാരാഷ്ട്രയിലാണ് വരിക എന്ന് പറയുന്നത്. കാരണം നോർത്തിലേക്ക് വരുമ്പോൾ ഇഷ്ടം പോലെ റിസർവുകൾ, ടൈഗർ റിസർവ് ആയിട്ടും അല്ലാതെ നാഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. ജിം കോർബറ്റ് ഒക്കെ വരുന്നുണ്ട്. അടുത്തത്, ആൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് റെഡ് പാണ്ട വാസ് റീസെന്റ് സ്പോട്ടഡ് ഇൻ വിച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഓഫ് അരുണാചൽ പ്രദേശ്? എവിടെ വെച്ചിട്ട്? തലേ വാലി വൈൽഡ് ലൈഫ് സാങ്ച്വറി, കാംലങ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഈഗിൾ നെസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി, ദിബാങ്സ് വൈൽഡ് ലൈഫ് സാങ്ച്വറി? ഏതിലാണ്? അതിലെ സി ആയിട്ടുള്ള ഏർനെസ്റ്റിലാണ് കണ്ടിട്ടുള്ളത് റെഡ് പാണ്ഡെ. അവരൊക്കെ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ട് റെഡ് കാറ്റഗറിയിൽ വരുന്ന, റെഡ് ലിസ്റ്റിൽ വരുന്ന ആൾക്കാരാണ്. റൈറ്റ്. വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് SDG 7? അതെ, SDG എന്താണെന്ന് നമുക്കറിയാം. അതിലെ 7ന്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൊമോട്ട് ന്യൂക്ലിയർ എനർജി ഡെവലപ്മെന്റ്, റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ബൈ 50%,
ensure access to affordable, reliable, sustainable, and modern energy for all, increase fossil fuel production worldwide. SDG ഏതാണ്? സി ആയിട്ടുള്ള അഫോർഡബിൾ, റിലയബിൾ ആയിട്ടുള്ള എനർജി എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് SDG 7 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫിലോബൊളിറ്റസ് മാനിപ്പുലാരിസ്? ഇങ്ങനത്തെയൊക്കെ വാക്കുകൾ എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വായിക്കാനൊന്നും പറ്റില്ലായിരിക്കും, ജസ്റ്റ് അർത്ഥം മാത്രം മാറ്റി വെക്കുക. എന്താണ് ഈ സാധനം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ പുതിയതായിട്ട് കണ്ടെത്തിയ ഒരു സാധനമായിരിക്കാം, ഒരു സ്പീഷീസ് ആയിരിക്കാം. ചിലപ്പോൾ സ്പൈഡർ ആണോ, ഫിഷ് ആണോ, മഷ്റൂം ആണോ, ഇൻവേസീവ് വീഡാണോ? ഏതാ വരുന്നത്? മഷ്റൂം ആണ് ഈ ഫിലോബോളിറ്റസ് എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ റീസെന്റ് കൊളാബറേറ്റഡ് വിത്ത് കൊളംബിയ യൂണിവേഴ്സിറ്റി ടു ഡെവലപ്പ് ഒപ്റ്റിക്കൽ ഡ്രൈവിംഗ് പ്രോസസ് ഫോർ നാനോ പാറ്റേൺസ്? IIT ബോംബെ ആണോ, IIT ഡൽഹി ആണോ, IIT ഗുവാഹത്തി ആണോ, IIT റൂർക്കെ ആണോ കൊളംബിയ യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചത്? IIT ഗുവാഹത്തിയാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദ ദക്ഷ പ്രൊജക്ട്? എന്താണ്? സ്റ്റഡിങ് ബ്ലാക്ക് ഹോൾസ്, അനലൈസിംഗ് ദ അറ്റ്മോസ്ഫിയർ ഓഫ് മാസ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് എക്സ്പ്ലോസീവ് astrophysical sources like gamma ray bursts, exploring the moon's surface. ഏതാ? സി ആയിട്ടുള്ള ആസ്ട്രോഫിസിക്കൽ സോഴ്സസ് ലൈക്ക് ഗാമ റേനെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ത് നടക്കുന്നത്? ദക്ഷ പ്രോജക്റ്റിൽ നടക്കുന്നത്. വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് CRISPR ഓർ CAS9 ടെക്നോളജി? ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടെക്നോളജി ആയിരിക്കാം. മോണിറ്ററിംഗ് ഓഷ്യൻ കറന്റ്സ് ടു ആൾട്ടർ ദ ജനറ്റിക് സീക്വൻസ് ഓഫ് സ്പെസിഫിക് ജീൻസ്, observing wildlife migration patterns to produce antibiotics. ഏതാണ്? To alter the genetic sequence of specific genes. അത് ഭയങ്കര ഒരു കണ്ടുപിടുത്തമായിരിക്കും. നമ്മളുടെ ഉണ്ടായിരുന്ന ജീനുകളിൽ എങ്ങനെ ജനറ്റിക് സീക്വൻസ് മാറ്റാൻ പറ്റുക. ഇപ്പൊ മനുഷ്യനായിരിക്കുന്നത്, ഞാനായിരിക്കുന്നത്, നിങ്ങളായിരിക്കുന്നത് ജീൻ പാറ്റേൺസ് വെച്ചിട്ടാണ്. അതിനെ തന്നെ മാറ്റാൻ കഴിവുള്ള ഒരു ടെക്നോളജി ആയിട്ട് ഏത് വരുന്നുണ്ട്? CRISPR അല്ലെങ്കിൽ CAS9 ടെക്നോളജി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു എ ഗ്ലോബൽ അസസ്മെന്റ് ഓഫ് nitrous oxide N2O emissions, which country is the world's second largest source of nitrous oxide? അത് നല്ലൊരു ചോദ്യമാണ് അല്ലെ. സെക്കൻഡ് ലാർജസ്റ്റ് സോഴ്സ് എന്നാണ് ചോദിക്കുന്നത് N2O-ന്റെ. റൈറ്റ്. ചൈനയാണോ, ഇന്ത്യയാണോ, ബ്രസീലാണോ, റഷ്യയാണോ? ഇത് 2025 ജനുവരി മാസത്തെ ഒരു ചോദ്യമാണ്. ചിലപ്പോൾ ഇപ്പൊ അത് മാറിയിരിക്കാം, പക്ഷേ ആസ് ഓഫ് നൗ അത് ഇന്ത്യ ആയിട്ടാണ് കണക്കാക്കുന്നത്. റൈറ്റ്. ഇതിനുശേഷമായിരിക്കും ചിലപ്പോൾ ഇന്ത്യ ലോക ജനസംഖ്യ ഇതിലൊക്കെ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരിക്കാം. വാട്ട് ഈസ് ഒളിമ്പസ് മോൺസ്? എ ഷീൽഡ് വോൾക്കാനോ ഓഫ് മാസ്, ഇൻവേസീവ് പ്ലാന്റ്, ന്യൂക്ലിയർ ബാലിസ്റ്റിക് സബ്മറൈൻ, ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ? ഇതിലേതാണ് ഒളിമ്പിക് മോൺസ് എന്ന് പറയുന്നത്? എ ഷീൽഡ് വോൾക്കാനോ ഓൺ മാസ്. മാർസിലുണ്ടായിരുന്ന ഷീൽഡ് വോൾക്കാനോ ആയിരുന്നു ഈ ഒളിമ്പസ് മോൺസ് എന്ന് പറയുന്നു. മോൺസ്, മാസ് ഒക്കെ നമുക്ക് ആലോചിച്ച് വെക്കാം. വിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റീസെന്റ് ലോഞ്ച്ഡ് ദ ഇലക്ട്രിക് ടില്ലർ? ഇലക്ട്രിക് ടില്ലർ ലോഞ്ച് ചെയ്തത് ആരാണ്? ടില്ലർ എന്താണെന്ന് നമുക്കറിയാം അല്ലെ, കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. CSIR ആണോ, സെൻട്രൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ആണോ, CSIR സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ, അല്ലെങ്കിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈനിങ് ആൻഡ് ഫ്യൂൽ റിസർച്ച് ആണോ, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ആൻഡ് പ്രോസസ് റിസർച്ച് ആണോ? ഇതിൽ ആരാണ് ഈ ഇലക്ട്രിക് ടില്ലർ കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുന്നത്. ലോഞ്ച് ചെയ്ത്, കണ്ടുപിടിക്കില്ല, ലോഞ്ച് ചെയ്തു. അപ്പോൾ അതിൽ A ഓപ്ഷൻ ആയിട്ടുള്ള CSIR സെൻട്രൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഹാസ് entered a strategic partnership with which institute to develop India's first quantum diamond microchip imager? ഏറ്റവും നല്ലൊരു ഒരു പുതിയ ടെക്നോളജിക്കൽ കാര്യം തന്നെയായിരിക്കും. ടാറ്റ കൺസൾട്ടൻസി ഇതിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ക്വാണ്ടം ഡയമണ്ട് മൈക്രോചിപ്പ് ഇമേജറിനെ ഡെവലപ്പ് ചെയ്തത്? IIT മദ്രാസ് ആണോ, IIT ഡൽഹി ആണോ, IIT ബോംബെ ആണോ, IIT റൂർക്കെ ആണോ? ഏതാ? IIT ബോംബെ ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. വാട്ട് ഈസ് ഹങ്ങിങ്ടൺസ് ഡിസീസ്? HD എന്താണ്? വൈറൽ ഇൻഫെക്ഷൻ ദാറ്റ് അഫക്ട്സ് ദ ലിവർ, an inherited disorder that causes nerve cells in pattern parts of the brain to gradually break down and die.
A bacterial infection that affects the lungs, nutritional deficiency that affects the bones. ഇതിലേതാണ് ഹണ്ടിങ്ടൺസ് ഡിസീസ് എന്നറിയപ്പെടുന്നത്? ഇതില് ഓക്കെ, ബി ഓപ്ഷൻ ആയിട്ടുള്ള an inherited disorder that causes nerve cells in parts of the brain to gradually break down and die എന്നാ പറയുന്നത്. ഓ, കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. നെർവ് സെൽസിനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. കാല-അസർ ഡിസീസ് ഈസ് കോസ്ഡ് ബൈ വിച്ച് ഏജന്റ്? കാല-അസർ ഇതിൽ ഏത് ഏജന്റ് ആണെന്നാണ് ചോദിക്കുന്നത്. ഏതുമായി ബന്ധപ്പെട്ട ഏജന്റ് ആണെന്നാണ് ചോദിക്കുന്നത്. വൈറസ് ആണോ, ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, പ്രോട്ടോസോവയാണോ? ഇതിലേതാണ് ഈ കാല-അസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? ഏത് ഏജന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖമാണ്? ഏതായിട്ടാ? പ്രോട്ടോസോവയാണ് ഇത് പരത്തുന്നത് അല്ലെങ്കിൽ കോസ് ചെയ്യുന്ന ഏജന്റ് എന്ന് പറയുന്നത്. Astronomers recently discovered a new supernova SN 2023 ADS-Y by using which telescope എന്നാ ചോദിച്ചിട്ടുള്ളത്. ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ആണോ, ജെയിംസ് വെബ് ആണോ, സ്പിറ്റ്സർ ആണോ, ചന്ദ്ര എക്സ്റേ ആണോ? ഒബ്സർവേറ്ററിൽ നിന്ന് ഉള്ളതാണ്. ഓക്കെ, ഏതാ വരിക? ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. Which countries scientists have developed a catalyst to produce cheaper biodiesel? അത് നല്ലൊരു നമുക്ക് മനുഷ്യന്മാർക്ക് ഉപയോഗമുള്ള ഒരു കാര്യമായിരിക്കും. ബ്രസീൽ, മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ ആണോ? റഷ്യ, ജർമ്മനി ആൻഡ് ഫ്രാൻസ് ആണോ? ഇന്ത്യ, ചൈന ആൻഡ് UK ആണോ? ജപ്പാൻ, കാനഡ ആൻഡ് ഇസ്രായേൽ ആണോ? ഏതാ? നമ്മളുള്ളതാണ് ഇന്ത്യ, ചൈന, UK ആണ് കാറ്റലിസ്റ്റിനെ, അതായത് ചീപ്പർ ബയോഡീസൽ ഉണ്ടാക്കാനുള്ള കാറ്റലിസ്റ്റിനെ കണ്ടുപിടിച്ചത്. ഓക്കെ, where was the first joint committee meeting JCM between India and Australia held? കാൻബറ, ന്യൂഡൽഹി, മെൽബൺ, ചെന്നൈ. അതിന്റെ ഉത്തരം ഏറ്റവും എളുപ്പമാണ്, കാൻബറയിൽ വെച്ചിട്ടാണ്. ഓക്കെ, where was the fourth joint committee meeting for the review of AITIGA Asian India Trade in Goods Agreement held? ഇത് എവിടെ വെച്ചിട്ടാണ് ഹെൽഡ് ചെയ്തിട്ടുള്ളത്? ഏത് സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു? ന്യൂഡൽഹി ആണോ, ജിറോങ് ആണോ, ജക്കാർത്ത ഇന്തോനേഷ്യയിലാണോ, പുത്രജയ അല്ലെങ്കിൽ മലേഷ്യയിലെ ഒരു സ്ഥലമാണ്? ഇതിൽ എവിടെ വെച്ചിട്ടായിരുന്നു ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? എവിടെയായിരുന്നു? പുത്രജയ മലേഷ്യയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ഫോർത്ത് ജോയിന്റ് കമ്മിറ്റി മീറ്റിംഗ് നടന്നത്. ഇന്ത്യ ട്രേഡ് ഇൻ ഗൂഡ്സ് എഗ്രിമെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. വിച്ച് കൺട്രി ഹാസ് ഹോസ്റ്റഡ് ദ 46th Antarctic Treaty Consultative മീറ്റിംഗ് ഇൻ കൊച്ചി? കൊച്ചി കേരളത്തിലുള്ള ചോദ്യമാണ്. അപ്പം ചിലപ്പോൾ LBS ചോദിച്ചേക്കാം അല്ലെ. LBS തോന്നാം കൊച്ചിയിൽ വെച്ച് നടന്ന മീറ്റിങ്ങിനെ കുറിച്ച് ചോദിച്ചാലോ. ഇന്ത്യ ആണോ, ഫ്രാൻസ് ആണോ, UK ആണോ, റഷ്യ ആണോ? ഹോസ്റ്റ് ചെയ്തത് ആരാന്നാ ചോദിക്കുന്നത്. അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് ആണ്, അന്റാർട്ടിക് ഏരിയസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യയാണ് ഇതിലെ ഹോസ്റ്റ് ചെയ്ത രാജ്യം എന്ന് പറയുന്നത്. അതിൽ സംശയമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ് ചെയ്തേക്കാം, പക്ഷെ ഹോസ്റ്റിംഗ് അത് മാറാൻ സാധ്യതയില്ല. Where was the International Conference on Nuclear Security held? ന്യൂക്ലിയർ സെക്യൂരിറ്റി എവിടെയാണ് നടന്നത്? ICONS ബീജിംഗിലാണോ, ചൈനയിലെ? അതോ അസ്താനയാണോ, കസാഖിസ്ഥാനിലെ? അതോ വിയന്നയാണോ, ഓസ്ട്രിയയിലെ? പാരീസ് ആണോ, ഫ്രാൻസിലെ? എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഏത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂക്ലിയർ സെക്യൂരിറ്റി? ഓസ്ട്രിയയിലുള്ള വിയന്നയിലാണ് ആ ഒരു എന്താ പറയുക കോൺഫറൻസ് നടന്നിട്ടുള്ളത്. എന്തിനാ? ന്യൂക്ലിയർ സെക്യൂരിറ്റിയെ പറ്റിയിട്ട്. Which city will host the AI Action Summit 2025? നല്ലൊരു ചോദ്യമാണ്. AI ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അല്ലെ. അപ്പൊ AI ആക്ഷൻ സമ്മിറ്റ് 2025 ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് നടന്നത്? ന്യൂയോർക്ക് ആണോ, പാരീസ് ആണോ, ജനീവ ആണോ, ടോക്കിയോ ആണോ? ഇതിലെവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്? പാരീസ് അല്ലെങ്കിൽ ഫ്രാൻസിലുള്ള പാരീസിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. AI ആക്ഷൻ സമ്മിറ്റ് നടന്നത് പാരീസിൽ വെച്ചിട്ടാണ്. How many individuals were honored with Padma Vibhushan Award in 2025? എത്ര പേർക്ക് കിട്ടി? 7 പേർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പത്മവിഭൂഷൺ. ഓക്കെ, which organization has launched the Enhanced Certificate of Origin ECOO 2.0 system? ആരാണിത്? ഏത് ഓർഗനൈസേഷനാണ് ലോഞ്ച് ചെയ്തത് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ? ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണോ, എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ആണോ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആണോ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻസ് ആണോ? ഇതിലാരാണ് നടന്നത്? ഓക്കെ, RBI ആണോ, EPC ആണോ, DGFT ആണോ, FIEO ആണോ? ആരാവാൻ സാധ്യത? ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ്. ഫോറിൻ ട്രേഡ് അല്ലേ പറയുന്നത്. ഓക്കെ, which organization approved the second living drug quatami for treating blood cancer? അത് നല്ലൊരു കണ്ടുപിടുത്തമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും അല്ലെ.
സെക്കൻഡ് ലിവിങ് ഡ്രഗ് എന്നറിയപ്പെടുന്ന ക്വാട്ടമീൻ ആരാണ് അപ്രൂവ് ചെയ്തത്? ഏതിനു വേണ്ടിയിട്ട്? ബ്ലഡ് ക്യാൻസർ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ICMR ആണോ? സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ CDSCO ആണോ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി ആണോ? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണോ? ഇതിൽ ആരാണ് ചെയ്തത്? ബി ഓപ്ഷൻ ആയിട്ടുള്ള സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ബ്ലഡ് ക്യാൻസറെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാട്ടമീനെ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ചോദ്യങ്ങളുടെ ഒരു ശരം ഞാൻ നിർത്തുകയാണ്. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അടുത്തൊരു ക്ലാസ്സിൽ പുതിയ അല്ലെങ്കിൽ കറണ്ട് അഫെയറുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക്കായിട്ടോ കാണാം. അപ്പോൾ അത് കാണുന്നവരെ ബൈ ബൈ ആൻഡ് സി യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ഇത് ക്രാക്ക് ചെയ്ത് എടുക്കണം. സോ ബൈ ബൈ, സി യു.